ഗുരുവായൂരപ്പന് ചകിരി കൊണ്ട് തുലാഭാരം നേർന്ന കഥ പറയാം. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് വളരെ ദൂരത്തു നിന്നും ഗുരുവായൂരമ്പലത്തിലേക്ക് വന്നിരുന്നു. നീണ്ട ക്യൂവിൽ നിന്നും ഭഗവാനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ച്, ഭഗവാനെ കൃഷ്ണ, ഞാൻ വളരെ സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്താണ് ഭഗവാന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഭഗവാന് സമർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഈ ഭക്തി അല്ലാതെ വേറൊന്നും തന്നെയില്ല. എനിക്ക് സാമ്പത്തികപരമായി നല്ല ഉയർച്ചയുണ്ടായാൽ ഞാൻ ചകിരി കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഗുരുവായൂർക്കണ്ണൻ്റെ മുന്നിൽ നിന്നും ഭക്തിയോടെയാണ് അദ്ദേഹം ആ സമയം പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു. കുറേ നാളുകൾക്ക് ശേഷം അയാൾ വലിയൊരു പണക്കാരനായി മാറി. സാമ്പത്തികപരമായി നല്ല ഉയർച്ചയുമുണ്ടായി. മക്കളുടെയെല്ലാം കല്യാണം കഴിപ്പിച്ചു വിട്ടു. പിന്നീട് ഗുരുവായൂരമ്പലത്തിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ഭാര്യയും മക്കളും മറ്റു കുടുംബക്കാരുമായി അയാൾ ഗുരുവായൂരമ്പലത്തിലേക്ക് വന്നു. സ്വന്തം കാറിലാണ് വന്നിരുന്നത്. ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം തുലാഭാരം നേർന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഭഗവാനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ച് ശേഷം തുലാഭാര കൗണ്ടറിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ ക്ഷേത്ര ജീവനക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് തുലാഭാരം നടത്താൻ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് അയാൾ ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഞാൻ വലിയൊരു പണക്കാരനാണ്. മാത്രമല്ല കൂടെ കുടുംബക്കാരും എല്ലാവരുമുണ്ട്. അവരുടെ മുന്നിൽ നിന്നും ചകിരി കൊണ്ടാണ് തുലാഭാരം നടത്തേണ്ടത് എന്ന് പറയാൻ അയാൾക്കൊരു നാണക്കേട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കദളിപ്പഴം കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത്. ഉടനെ തന്നെ കദളിപ്പഴം വെച്ച് തുലാഭാരം നടത്താൻ തുടങ്ങി. പക്ഷേ എത്ര കദളിപ്പഴം വെച്ചിട്ടും തുലാഭാരത്തട്ട് അനങ്ങാതെ നിൽക്കുകയാണ്, താഴുന്നില്ല. ക്ഷേത്ര ജീവനക്കാർ ചോദിച്ചു, താങ്കൾ കദളിപ്പഴം കൊണ്ട് തന്നെയാണോ തുലാഭാരം നേർന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ താമരമൊട്ട് കൊണ്ടാണ് ഞാൻ തുലാഭാരം നേർന്നത്. അപ്പോൾ താമരമൊട്ട് വെച്ചിട്ട് തുലാഭാരം നടത്തി. ആ തുലാഭാരത്തട്ടും അതുപോലെ തന്നെ അനങ്ങാതെ നിന്നു. ക്ഷേത്ര ജീവനക്കാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങ് ശരിക്കും തുലാഭാരം നേർന്നത്? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കളി വേണ്ട. ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ കളിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ ചകിരി കൊണ്ടാണ് തുലാഭാരം നേർന്നത്. ഉടനെ തന്നെ ചകിരി കൊണ്ട് തുലാഭാരം നടത്തി. അത്ഭുതം! തുലാഭാരത്തട്ട് ഉയർന്നു. ഭഗവാന് ഭക്തിയോടെ എന്താണോ നമ്മൾ നേർന്നത് അത് മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ.